ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ മൂന്നാറിൻ്റെ ബാക്കി വിശേഷത്തിലേക്ക് പോയാലോ? ഇതിന് മുൻപത്തെ മൂന്നാർ വിശേഷങ്ങൾ കാണാത്തവർ നമ്മുടെ നേരത്തെ വീഡിയോ കാണണം കേട്ടോ. യൂട്യൂബ് ചാനലുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കി വിശേഷത്തിലേക്ക് പോകാം. വായോ. അങ്ങനെ ചെറിയ തണുപ്പൊക്കെ ആയിട്ട് നമ്മൾ മൂന്നാറിലേക്ക് വീണ്ടും മുന്നോട്ട് യാത്ര ചെയ്യുക. എന്നേക്കാൾ വലിയൊരു സ്വെറ്ററൊക്കെ ഇട്ടുകൊണ്ടാട്ടോ, ജാക്കറ്റൊക്കെ ഇട്ടുകൊണ്ടാട്ടോ പോകുന്നത്. കാരണം -ഡിഗ്രിയൊക്കെ ആണെന്ന് പ്രതീക്ഷയാണല്ലോ വന്നത്. അങ്ങനെ എന്നേക്കാൾ വലിയ ജാക്കറ്റൊക്കെ ആയിട്ടാണ് പോകുന്നത്. പക്ഷേ മൂന്നാറിൻ്റെ ചെറിയ തണുപ്പ് കണ്ടപ്പോൾ ഇത് ഊരി വെക്കണമെന്നൊക്കെ ഒരു ആഗ്രഹമുണ്ട്. എന്നാലും കിടക്കട്ടെ ഒരു ഗുമ്മെന്ന് പറഞ്ഞ് അത് ഇട്ടുകൊണ്ട് അങ്ങ് പോവാം. അങ്ങനെ പോയി നമ്മളിപ്പോൾ മൂന്നാറിൻ്റെ ലക്ഷ്മി എസ്റ്റേറ്റൊക്കെ കഴിഞ്ഞ് മുന്നോട്ടാണ് പോകുന്നത്. ഇവിടെ കൂടുതൽ നമുക്ക് കാണാൻ പറ്റുന്ന തേയില ഫാക്ടറികൾ കാണാം. പിന്നെ ഈ കാണുന്നത് കാപ്പിക്കുരുവാണ്. നമ്മുടെ കാപ്പിയില്ലേ, ആ കാപ്പിക്കുരുവാണ് ഈ കാണുന്നത്. പിന്നെ ഇത് ഗ്രാമ്പു. ഈ ഗ്രാമ്പു ഷൂട്ട് ചെയ്തതിൻ്റെ സമയത്തുണ്ടല്ലോ, ഇതിൻ്റെ ഓണർ ഒരു അമ്മച്ചി, ഇതിൻ്റെ മുകളിൽ നിന്നൊരു അമ്മച്ചി ഒരു 6:60 ഓടി ഇങ്ങോട്ട് വന്ന് എന്നാ ചെയ്യുവാന്ന് ചോദിച്ചുകൊണ്ട്. അപ്പം ഞങ്ങൾ പറഞ്ഞ ഇതൊന്ന് ഷൂട്ട് ചെയ്യാൻ വേണ്ടി, വീഡിയോ എടുക്കാൻ വേണ്ടി. അതാണോ മക്കളെ, അന്നാ എടുത്തോ, കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞാൽ. പിന്നെ അമ്മച്ചി ഞാൻ കമ്പനി, നിങ്ങൾക്ക് കാണാം എൻ്റെ ചുവട്ടിൽ കുറച്ച് ഗ്രാമ്പൂ ഉള്ളു കേട്ടോ. കാരണം ഈ ഓരോരുത്തർ കാണാൻ വരുമ്പം അതിൽ പിച്ചിക്കൊണ്ട് പോവുക, ചവിട്ടിക്കളയുക, ഇങ്ങനെയൊക്കെ വന്നപ്പോൾ അവർക്കത് ഭയങ്കര നഷ്ടമല്ലേ. അതാട്ടോ അമ്മച്ചി ഓടി വന്നത്. പിന്നെ ഭയങ്കര കമ്പനിയൊക്കെ ആയിട്ട് അമ്മച്ചി കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്ന് അമ്മച്ചിയുടെ വീട്ടിലേക്ക്, അതിൻ്റെ മേളിൽ അമ്മച്ചിയുടെ വീടാണ്. അങ്ങനെ അമ്മച്ചിയോട് ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് വീണ്ടും മൂന്നാറിൻ്റെ യാത്രകളായി. ഇവിടെ നമ്മൾ 2 അതിഥികളെ കണ്ടു, 2 മയിലുകൾ. അവരെ യാത്രയൊക്കെ പറഞ്ഞു, അവരോടും ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞു നമ്മൾ വീണ്ടും മുന്നോട്ട് തന്നെ പോയി. ഇപ്പം ചെറിയ തണുപ്പുകളൊക്കെ വീണ്ടും വരുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കാണാം, കോടയൊക്കെ മേലിൽ നിന്ന് ചെറുതായിട്ട് ഇറങ്ങിയൊക്കെ വരുന്നുണ്ട്. ചെറിയ പ്രതീക്ഷയും ചെറിയ ലഡുവൊക്കെ മനസ്സിൽ പൊട്ടി വീണ്ടും മുന്നോട്ട് തന്നെ പോയി. മൂന്നാറിൽ നമുക്ക് എപ്പോഴും കാണാൻ പറ്റും കേട്ടോ ഇങ്ങനെ കുഞ്ഞു കടകൾ. ഈ കടകളിലുള്ളത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാരറ്റ് കാണും, പിന്നെ നമ്മുടെ ചോളം കാണും, പിന്നെ മാഗി, ഇങ്ങനെയുള്ള. ഇതൊക്കെ കഴിഞ്ഞ് മുന്നോട്ട് പോയപ്പോൾ എൻ്റെ അമ്മേ എവിടെ നിന്നാണെന്നറിയത്തില്ല ഒരു കോട ഇങ്ങോട്ട് കയറി വന്നിട്ടുണ്ടല്ലോ. റോഡ് ഫുള്ളും ഇതായി. നിങ്ങൾക്കപ്പോൾ കാണാം, ഈ ക്ലൈമറ്റല്ല നമ്മളിപ്പോൾ ഇങ്ങോട്ട് വന്നത്. ഇത് മൂന്നാർ മറയൂർ റൂട്ടാട്ടോ. കോട കയറിയിട്ടുണ്ടല്ലോ, റോഡൊന്നും കാണാൻ വയ്യ. പോകുന്ന വണ്ടികളൊക്കെ ലൈറ്റ് ഇട്ടാൽ പോകുന്ന അത്രമാത്രം കോട കയറി. നിങ്ങൾക്കപ്പോൾ കാണാം, മുന്നോട്ടുള്ള റോഡൊന്നും കാണാൻ പറ്റത്തില്ല. അമ്മാതിരി കോട കയറി മൂടിയിട്ടുണ്ടല്ലോ. സംസാരിക്കാൻ പോയിട്ട് ശ്വാസം വിടാൻ പോലും വയ്യ, അത്രമാത്രം തണുത്ത് വിറച്ച് കൈയൊക്കെ മരവിച്ച് ഒരു രക്ഷയിൽ. ഇത്ര നമ്മൾ പറഞ്ഞില്ലേ ചൂടാണ്, ഇത് -അല്ല, അങ്ങനെയൊക്കെ പറഞ്ഞതൊക്കെ എന്താ പറയുക, അന്നാ നീ കുറച്ച് അനുഭവിച്ചോ എന്ന് പറഞ്ഞ പോലെയായിരുന്നു കോട വന്നത്. തണുത്ത് വിറച്ച്, പക്ഷേ അതൊരു രസമുള്ള വൈബായിരുന്നു. അങ്ങനെ മുന്നോട്ട് പോയി. ഈ തണുപ്പ് മാത്രമല്ല, കാറ്റുമുണ്ട്, ചെറിയ ചാറ്റൽ മഴയുണ്ട്. അങ്ങനെ മുന്നോട്ട് പോയി തണുത്ത്, ഈ തണുപ്പത്തും ചേച്ചിമാർ തേയില നുള്ളുന്ന കാഴ്ചകൾ നമുക്ക് ഇതിൻ്റെ ഇടയ്ക്ക് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കാണാം. അങ്ങനെ നമ്മൾ വണ്ടി നിർത്തിയിട്ട് ഈ തണുപ്പത്ത് രക്ഷപ്പെടാൻ വേണ്ടി ഒരു മാഗി കഴിക്കാമല്ലോ എന്ന പ്രതീക്ഷയിൽ അവിടെ ഉള്ള കടയിൽ കയറി ചേട്ടനോട് ഒരു മാഗി എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും മാഗി എത്തി, നല്ല ചൂട് മാഗി എത്തി. മാഗി വന്നത് മാത്രം കണ്ടു, എങ്ങോട്ടാണ് പോയെന്ന് കണ്ടില്ല. അങ്ങനെ മാഗിയെ കഴിച്ച് നമ്മൾ യാത്ര മുന്നോട്ട് പോയി. മൂന്നാർ കഴിഞ്ഞ് മറയൂർ പോയി, വട്ടവടയൊക്കെ കയറി കറങ്ങിത്തിരിഞ്ഞ് നമ്മൾ തിരിച്ചു പോകാം എന്നുള്ള പ്രതീക്ഷയിലായി. കാരണം ചെറിയ ചാറ്റൽ മഴയുണ്ട്. ചാറ്റൽ മഴ കൂടിക്കഴിഞ്ഞാൽ നമുക്ക് റോഡ് ഒട്ടും കാണാൻ പറ്റില്ല, തിരിച്ച് നമുക്ക് പോകണ്ടേ. അങ്ങനെ നമ്മൾ എല്ലാം ചുറ്റിക്കറങ്ങി തിരിച്ച് വണ്ടി വിടാം എന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ വണ്ടി റിട്ടേൺ വിട്ടു. റിട്ടേൺ വന്ന വഴിക്ക് എൻ്റെ ദൈവമേ, മഴയെന്നൊക്കെ പറഞ്ഞ ഒരു വല്ലാത്ത മഴയും മഞ്ഞും കാറ്റും എല്ലാം മിക്സ് ചെയ്തൊരു ക്ലൈമറ്റായിരുന്നു. അയ്യോ, ഒരു രക്ഷയില്ല. നമ്മൾ അങ്ങോട്ട് പോയതിനേക്കാളും ഭയങ്കര തണുപ്പ്. എനിക്ക് തോന്നുന്നു -ഒക്കെയായി. അമ്മാതിരി തണുപ്പും മഴയെന്നൊക്കെ പറഞ്ഞാൽ റോഡ് കാണാൻ ഇതിലൊക്കെ രസം. ഇത് വീഡിയോ എടുക്കണ്ടേ? വീഡിയോ എടുക്കണമെങ്കിൽ നമ്മുടെ ഈ ഫോൺ ഇടയ്ക്കിടയ്ക്ക് ഓഫായി പോവുമല്ലോ. ഓഫായി പോകുമ്പം നമുക്ക് തമ്പ് വേണമല്ലോ, ഫിംഗർ പ്രിൻ്റ് വേണമല്ലോ ഇത് ഓണാക്കാൻ. കൈ പോയിട്ട് മൂക്ക് പോലും പുറത്തിടാൻ പറ്റാത്ത അവസ്ഥയിലാണ് വരുന്ന വഴി. അങ്ങനെ ഈ മഴയൊക്കെ നനഞ്ഞ് വരുമ്പം നമ്മൾ ചോളം കഴിക്കാമെന്ന് പറഞ്ഞ് നമ്മുടെ അടിപൊളി സൂപ്പർ സ്റ്റാർ അമ്മച്ചിയുടെ മുമ്പിൽ നിർത്തി
ഒരു ചോളം വേണം എന്ന് പറഞ്ഞു. ഒരു വീഡിയോയും ഇതിൻ്റെ കൂടെ. അമ്മച്ചി ഭയങ്കര സന്തോഷത്തോടെ ചോളം അങ്ങ് അടിച്ച് വിടുവാണേ തീ. അങ്ങനെ അമ്മച്ചി അടുത്തുനിന്ന് നമ്മളൊരു ചോളമൊക്കെ കഴിച്ച് അമ്മച്ചിക്കൊരു സ്റ്റാറ്റ ഉമ്മയൊക്കെ കൊടുത്ത് നമ്മൾ അവിടെ നിന്ന് യാത്രയായി. ഇതിൻ്റെ വീഡിയോ യൂട്യൂബിലുണ്ട് കേട്ടോ. യാത്രയായി നമ്മൾ വീണ്ടും മുന്നോട്ട് തന്നെ വന്നു. മഴയ്ക്ക് ഒരു കുറവുമില്ല, മഴ തകർന്ന് ഇമ്മിനിയായിട്ട് പെയ്യുന്നുണ്ട്. നമ്മൾ അതൊക്കെ കഴിഞ്ഞ് മുന്നോട്ടിറങ്ങി മുന്നോട്ട് വന്നു. പിന്നെ വണ്ടി എങ്ങും നിർത്തിയില്ല, കാരണം റെയിൻകോട്ട് ഇട്ടു, റെയിൻകോട്ടിൻ്റെ മേളിൽ ജാക്കറ്റ് ഇട്ടിട്ടൊന്നും നമ്മൾ ചുണ്ടുകൾ തമ്മിൽ മിണ്ടാതിരിക്കുന്നില്ല. അതടിയോ അടി, കാരണം തണുത്തിട്ടൊരു രക്ഷയില്ല. അത് കഴിഞ്ഞ് നമ്മൾ താഴോട്ട് അടിമാലെത്തിയപ്പം നമ്മൾ ഈ മഴയൊക്കെ തന്നെയാണോ നനഞ്ഞു വന്നത് നമ്മൾ തന്നെ ആലോചിച്ച്. കാരണം ഒരു മഴയില്ല. നമ്മൾ തിരിച്ച് നമ്മളെ ടാറ്റ പറഞ്ഞൊരു അതിഥി അവിടെ ഉണ്ടായിരുന്നു കേട്ടോ, ഒരു മയിലമ്മ. അങ്ങനെ മയിലമ്മയോടും ടാറ്റയൊക്കെ പറഞ്ഞു പോന്നു. അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണാം. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ.